ഇപ്പോൾ നമ്മൾ ഒമാനിലാണ്. ഞങ്ങൾ പോയിട്ട് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒമാനിൽ ഫൈസൽ ഖാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ. ഇന്നിപ്പം രാവിലെ എണീറ്റിട്ടുണ്ട്. ഫൈസൽക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ട് ഇന്നിപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. 7 മണിയാകുമ്പോഴേക്കും ഫൈസൽക്കാർക്ക് ഫുഡ് റെഡിയാക്കി വെക്കണം. രാവിലെ ഒരു 7:45 ഫൈസൽക്ക ഇവിടെ നിന്ന് പോകും. ചായ കുടിച്ചിട്ട് പോയിട്ട് പിന്നെ ഒരു 9:45 വരും ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അപ്പോൾ അത് എപ്പോഴേക്കും റെഡിയാക്കണം. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം കേട്ടോ. അപ്പം നമ്മളിതുപോലെ സവാളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അതായത് രാവിലെ പോകുമ്പോഴേക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ആ നേരത്ത് സവാളയൊക്കെ അരിഞ്ഞ് പിന്നെ ടൈം പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ പച്ചമുളക് ഞെട്ടി കളഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്നാക്ക്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇന്നലെ രാത്രി തന്നെ ടൈം സേവിങ്ങിന് വേണ്ടിയിട്ട് പച്ചക്കായ വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഫ്ലവർ കേട്ടോ, അത് ഫൈസൽക്കാർക്ക് ചായയിൽ ഇടണം. അത് നിർബന്ധമാണ്. ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഏലക്കായ എന്തെങ്കിലും ഒന്ന് വേണം. അതുകൊണ്ട് കാരണം ചായ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊണ്ട് ചെല്ലുമ്പോൾ അപ്പോൾ ചോദിക്കും ഇത് ഇട്ടോ നോക്കി. ഇത് ചിമുത്താത്ത കൊണ്ടുവന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അവിടെ നിന്ന് ചെറിയൊരു ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരും. ചായ റെഡി ആയപ്പോഴേക്കും ഫൈസൽക്ക കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ചായ കുടിക്കലൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈസൽക്ക പിന്നെ നേരെ പോകും ഓഫീസിലോട്ട്. പിന്നെ പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും. ഫൈസൽക്ക വരുമ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോഴേക്കും അരിയിടലും കറി വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കായുപ്പേരി, തക്കാളി ചമ്മന്തി, മീൻ പൊരി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫൈസൽക്ക് വരും. അപ്പോൾ ഫൈസൽക്കാർക്ക് ഇനി ഇതൊക്കെ ഈ പ്ലേറ്റിലാക്കിയിട്ട് വെക്കണം. അങ്ങനെ പിന്നെ ഫൈസൽക്കാർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫൈസൽക്ക പോയി. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഇങ്ങനെ കുത്തിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പണികളിലേക്ക് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആദ്യം റൂമൊക്കെ അടിച്ചു വാരലുണ്ടായത്. നമ്മളിപ്പോൾ അടിച്ച് വാരിയിട്ടുണ്ട്. റൂമും കിച്ചണും ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് തുടക്കാം. വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഫൈസൽക്ക് 10 മണിയാകുമ്പോഴേക്കും ഫുഡ് എടുക്കാൻ വരുന്നതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ അപ്പത്തിനും കഴിയും. 10 മണിയാകുമ്പോഴേക്കും കഴിയും. പിന്നെ ഇപ്പം നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും അടിച്ചു വാരൽ, തുടക്കൽ, അങ്ങനെയുള്ള എന്തെങ്കിലും, പിന്നെ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യൽ, അതൊക്കെയാണ് മെയിൻ. വാഷിങ്ങൊക്കെ 2 ദിവസം കൂടുമ്പോഴാണ്. അതും രാത്രിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ രാത്രി ഫൈസൽക്കുള്ളപ്പോൾ അലക്കിയിട്ട് ഏറ്റവും മുകളിൽ വിരിച്ചിടാനായിട്ടൊരു സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ 2 പേരും കൂടി വിരിച്ചിട ചെയ്യാറുള്ളത്. രാവിലെ ആകുമ്പോൾ ഫൈസൽക്ക് വന്ന് എടുത്തുകൊണ്ട് തരും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അത് ആ അലക്കിയത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫൈസൽക്ക്. ഇനിയിപ്പോൾ ഇതൊന്ന് മടക്കി വെക്കണം. ഏറ്റവും വലിയൊരു ചടങ്ങാണ് ഈ തുണി മടക്കി വെക്കാന്നുള്ളത്. അത് ഭയങ്കര മടിയാണ്. പിന്നെ എന്നാലും ഇതിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ആകെ അലങ്കോലായി വൃത്തികേടല്ലേ. അപ്പോൾ പിന്നെ അതൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിക്കണം. ഇത് മടക്കി ഷെൽഫിൽ വെക്കണം. പിന്നെ ഒന്നാമത് നമ്മൾ ഇന്ന് ഉമ്മച്ചിൻ്റെ പാപ്പച്ചിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ വന്നത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ച. നാളെ മറ്റന്നാളും ഫൈസൽക്കാർക്ക് ഓഫാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഉമ്മച്ചിനെ പാപ്പച്ചിനെ കാണാൻ പോകുന്നു. അവരെ കണ്ടു. അതിനിടയിൽ ഒരു ദിവസം അവർ ഹോസ്പിറ്റലിലേക്ക് എന്തോ വന്നപ്പോൾ
ഇവിടെ കയറിയിരുന്നു. ഇപ്പോൾ ഇവിടെ കയറി റൂമിൽ കയറിയില്ല കേട്ടോ. അവർ ജസ്റ്റ് എന്നെയും പിക്ക് ചെയ്തിട്ട് പോയി. എന്നിട്ട് പോയിട്ട് ഞങ്ങൾ നേരെ ഇപ്പത്താടി കക്കാരുടെ അടുത്തൊക്കെ പോയി. ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഏറ്റവും വലിയൊരു ചടപ്പ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ. പിന്നെ ഞാൻ വല്ല പണ്ടത്തെ ഫിലിമുകളൊക്കെ ഇല്ലേ, ഈ ജഗദീഷിൻ്റെ ഒക്കെ പണ്ടത്തെ ഈ 90s ഫിലിമുകളിൽ അതൊക്കെ ഇരുന്ന് കാണും. അതൊക്കെ ഇരുന്ന് കാണലാണ് എൻ്റെ മെയിൻ ഹോബി ഇപ്പോഴത്തെ. ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ആയാലും ഫോൺ അവിടെ വെച്ചിട്ട് ഫോണിൽ ഇങ്ങനെ ഫിലിമൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതാണൊരു നേരം പോക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ ഞാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദാഹം. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ നാരങ്ങ കുടിക്കാറുണ്ട് ഇടക്കിടക്ക്. ഞാനും ഉമ്മച്ചിയും കൂടി നാരങ്ങ കലക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുടിക്കാറുണ്ട് ഈ എന്തെങ്കിലും പണിയൊക്കെ കഴിയുമ്പോൾ. അപ്പം ഞാൻ എന്താ നാരങ്ങ ഈ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ റൂമിൽ വെക്കുകയാണെങ്കിൽ ഇടയ്ക്കെടുത്ത് കുടിക്കാമല്ലോ. നാരങ്ങ ഒരു എനർജറ്റിക് ഡ്രിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. അധികം മധുരം ഇട്ടിട്ടില്ല, കാരണം മധുരം ഓവർ നല്ലതല്ലല്ലോ. അപ്പോൾ അധികം മധുരം ഇട്ടിട്ടില്ല, ചെറിയ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളി കഴിഞ്ഞു, പിന്നെ ഭക്ഷണം കഴിച്ചു, പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഫൈസൽക്ക് വന്നു. പിന്നെ ഫൈസൽക്ക് വന്നപ്പോൾ ഗുലാബ് ജാമുനും പിന്നെ പാൽപ്പേട അങ്ങനെ എന്തോ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി മുറുക്കൊക്കെ ഉണ്ടായിരുന്നു, ഫേവറേറ്റ് സാധനമൊക്കെ കഴിക്കായിരുന്നു. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫൈസൽക്കാക്ക് ഇടണ ബാഗ്, ഇത് ഞാനിടണ ബാഗ് കേട്ടോ. എനിക്ക് ഈ ബാഗ് മതി. ഫൈസൽക്ക് അത് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു, എന്നോടും കൂടി തൊള്ളിടാനൊക്കെ പറയുന്നുണ്ട്. ഞാനിടൂല, എനിക്ക് വയ്യ തൊള്ളിടാൻ. അപ്പം ഞാൻ ഇതിടും, ഫൈസൽക്ക് ഇതിടും. അപ്പം ഇതിലിപ്പോൾ എൻ്റെ ഡ്രസ്സ് തന്നെ വെച്ചിട്ട് ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സ്ഥലം കൂടി ഉള്ളൂ, അതിൽ ഫൈസൽക്ക് വെക്കട്ടെ ഡ്രസ്സ്. അപ്പോൾ നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫൈസൽക്ക് അവസാനം എന്നെ കൊണ്ട് ബാഗൊക്കെ ഇടിച്ച്. അപ്പോൾ ഫൈസൽക്കാരുടെ തോളിൽ വലിയ ബാഗുണ്ട്, എൻ്റെ തോളിലുണ്ട് ചെറിയൊരു ബാഗ്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ പോവുകയാണ്. നമ്മളിപ്പോൾ ബസ്സിൽ പോകണം. എനിക്ക് ബസ്സിൽ പോകണം. ആദ്യമായിട്ട് ഞാൻ ഇതുവരെ ബസ്സിൽ പോയിട്ടില്ല ഇവിടുത്തെ. അപ്പോൾ ബസ്സിൽ പോയാൽ മതി, ടാക്സി വേണ്ട, ബസ്സിൽ പോകണം. എന്നിട്ട് അതന്നെ. എന്നിട്ട് അവിടെ നിന്ന് നേരെ അടുത്തൊക്കെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഉമ്മച്ചിയുടെ അടുത്ത് ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ടാക്സിക്കാർ വന്ന് ഇങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ കുറേ പേര് ഇങ്ങനെ വരുന്നു. നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഒരു 1/4 മണിക്കൂറോളെങ്കിലും വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ബസ് നോക്കിയിട്ട് ടാക്സിയിലൊന്നും പോകണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. കാരണം ബസ്സിൽ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. ആ ആഗ്രഹം നടന്നില്ല. നമുക്ക് ടാക്സി അല്ല, വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാനിലാണ് പോകുന്നത് ഇപ്പോൾ. പിന്നെ നമ്മളവിടെ മൊബൈൽ എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ഇത്താത്തയും വരുമായിരുന്നു. അപ്പോൾ അതുവരെ അവർ വരണവരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഷവർമൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെയും അവർ വരണ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ അടുത്തൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോയി. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ആ ഒരു വണ്ടികളൊക്കെ വരുന്ന ആ ഒരു വ്യൂ. നമ്മളവിടെ ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരവിടെ എത്തി കേട്ടോ. ഭംഗിക്കാ പഞ്ചുണ്ടാക്കിയാണോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വിശേഷങ്ങളൊന്നും പറയാത്ത പഞ്ചോ നോക്കിയേ. കട അടച്ചിട്ടില്ലല്ലോ. മുത്തൊന്നത് വല്ല ട്രിപ്പ് കണ്ട് ഞാൻ ട്രിപ്പ് വന്ന പോലെ തന്നെയാണ്.
ക്ഷീണിച്ചെന്ന കണ്ട എന്റെ ഫുഡിന്റെ ഗുണം. ഹായ് പഞ്ചു. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് പോയപ്പോൾ പഞ്ചൂസിന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു, ഒരു ഷർട്ടും ട്രൗസറും വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കിയതാണ് പാകാവുമെന്ന്. പക്ഷെ എൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്, ഇത് ഓവർകോട്ട് പോലെ ഇടാലേ. അങ്ങനെ പിന്നെ വാപ്പച്ചിയുടെ ഷോപ്പൊക്കെ പൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ മുകളിൽ തന്നെയാണ് റൂം. അപ്പോൾ അവിടെ റൂമിൽ ചെന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉമ്മച്ചി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അധികം നേരം ഇരുന്നില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വേഗം കിടന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം എല്ലാവർക്കും. ഇനിയും ഒമാനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.